അസ്സലാമു അലൈക്കും സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്. അമ്മായിമ്മയ്ക്ക് അടുപ്പിലുമാവാം, മരുമകൾക്ക് മുറ്റത്ത് തുപ്പാൻ പറ്റില്ല എന്ന്. അതിനെ അർത്ഥവത്താക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ സഖാവ് പിണറായി പണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് കാലങ്ങൾക്ക് മുന്നേ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പത്രമാധ്യമ പ്രവർത്തകരോട് കടക്കുപുറത്ത് എന്ന് പറഞ്ഞിരുന്നു. ആ പറഞ്ഞത് മാത്രമേ മാധ്യമങ്ങൾ പുറത്തുവിട്ടുള്ളൂ. ജനങ്ങൾ പറഞ്ഞു അദ്ദേഹം അഹങ്കാരിയാണ്, ധാർഷ്ട്യക്കാരനാണ് എന്നൊക്കെ. ആ പറഞ്ഞ സാഹചര്യം മാധ്യമങ്ങൾ പുറത്തുവിട്ടില്ല. കാരണം അവർ മാധ്യമങ്ങളായതുകൊണ്ടാണ്. സത്യസന്ധമായി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളാണെങ്കിൽ അദ്ദേഹം പറഞ്ഞ ആ സാഹചര്യം കൂടി പുറത്തുവിടുമായിരുന്നു. എന്താണ് ആ സാഹചര്യം? കേരളത്തിൽ നടന്നിരുന്ന ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഒരു സങ്കീർണമായ പ്രശ്നം തന്നെയായിരുന്നു അത്. ആ പ്രശ്നത്തിന് പരിഹാരത്തിനായി ചർച്ചയ്ക്ക് വേണ്ടി വന്നതായിരുന്നു അദ്ദേഹം. ആ ചർച്ചയിൽ വീഡിയോ പിടിക്കാനോ ഫോട്ടോ എടുക്കാനോ സംഭാഷണം പകർത്താനോ അനുവാദം നൽകിയിരുന്നില്ല. കാരണം അതീവ ഗുരുതരാവസ്ഥയിലുള്ള ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം വന്നത്. അപ്പോൾ ആ ചർച്ച പുറത്തു പോകരുത് എന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. അപ്പോൾ അതിക്രമിച്ച് ഹാളിലേക്ക് പ്രവേശിച്ച മാധ്യമപ്രവർത്തകരെ കടക്കുപുറത്ത് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അത് ഉള്ളത് തന്നെയാണ്. അതിൻ്റെ സാഹചര്യം ഇതാണ്. അതിനെ UDF-കാരും എല്ലാവരും കൂടി അദ്ദേഹത്തെ മോശമായി ചിത്രീകരിച്ചു. ഇപ്പോഴതാ അതിൻ്റെ വേറൊരു വേർഷൻ വന്നിട്ടുണ്ട്. എന്താണെന്നല്ലേ, കടക്കുപുറത്ത് എന്ന് പറയുന്നതിന് പകരം എല്ലാവരെയും പിടിച്ച് പുറത്താക്കൂ, എന്നിട്ട് വാതിലടയ്ക്കൂ എന്ന്. അതാവുമ്പോൾ കുറച്ച് സൗമ്യമാണല്ലോ. അത് പറയുന്നത് ആരാന്ന് കേൾക്കണ്ടേ? നമുക്ക് കേട്ടിട്ട് വരാം. ഇതൊക്കെ പിണറായി വിജയനെ കാണ്ടി എന്നാലും ആകെ പത്രങ്ങളും പാപ്പരാസികളും പുറത്താക്കി, എല്ലാരും ചവിട്ടി പുറത്താക്കി. എല്ലാരും പുറത്താക്കി കളി. ഡോർ ക്ലോസ് ചെയ്യും, ഡോർ ക്ലോസ് ചെയ്യും. ഇതൊക്കെ പിണറായി വിജയനെ കാണ്ടി ആകെ പത്രങ്ങളും കേട്ടില്ലേ? അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പഴഞ്ചൊല്ലിൻ്റെ ഉത്തമ ഉദാഹരണമാണിത്. അമ്മായിയമ്മയ്ക്ക് അടുപ്പിലുമാവാം, മരുമകൾക്ക് മുറ്റത്ത് തുപ്പാൻ പറ്റില്ല. ലാൽ സലാം സഖാക്കൾ.